ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൽ പങ്കിടുവാനായിട്ട് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ മാധ്യമത്തിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നാളുകളായിട്ട് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുന്നു. അതുമൂലം അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണങ്ങളും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദൈവവചന പഠന പരമ്പര നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹവും പോഷണവുമായി തീരും എന്നുള്ള കാര്യത്തിൽ രണ്ടുപക്ഷമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ വചനം കേൾക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ മാധ്യമത്തിൽ കൂടെ കഴിഞ്ഞ ചില നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം സിറ്റീസ് ഓഫ് റെഫ്യൂജ് അഥവാ സങ്കേത നഗരങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത്. സങ്കേത നഗരങ്ങൾ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും സങ്കേത നഗരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിലോടിക്കയറുന്ന വ്യക്തികളുടെ അനുഭവങ്ങളെ സംബന്ധിച്ച് ഒക്കെ നമ്മൾ ചിന്തിച്ചു. സിറ്റീസ് ഓഫ് റെഫ്യൂജ് എന്ന് പറയുന്ന അഥവാ സങ്കേത നഗരങ്ങൾ എന്നുള്ള ആ വിഷയത്തിൽ 3 സങ്കേത നഗരങ്ങൾ യോർദാൻ്റെ കിഴക്കും 3 സങ്കേത നഗരങ്ങൾ യോർദാൻ്റെ പടിഞ്ഞാറുമായിട്ട് 6 സങ്കേത നഗരങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായവും സംഖ്യാപുസ്തകം 35-ാം അധ്യായം, ഈ 2 അധ്യായങ്ങളിൽ വളരെ വിശദമായിട്ട് സങ്കേത നഗരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സങ്കേത നഗരങ്ങൾ 4 ഭാഗങ്ങളിലുള്ള പ്രതിപാദനം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യോശുവയുടെ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും നന്നായിട്ട് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ദൈവം ചെയ്ത ഒരു പ്രോമിസായിരുന്നു സങ്കേത നഗരങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ സങ്കേത നഗരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഓരോ സങ്കേത നഗരത്തിൻ്റെയും പേരുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. ആ സങ്കേത നഗരങ്ങളുടെ ആദ്യത്തെ സങ്കേത നഗരം കേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. കേദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധി എന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരം പോലെ തന്നെ വേറൊരു സങ്കേത നഗരം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2ാമത്തെ സങ്കേത നഗരം അഥവാ യോർദാൻ്റെ പടിഞ്ഞാറുള്ള സങ്കേത നഗരങ്ങളെ ദൈവം തിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്ന സങ്കേത നഗരം അത് ശേഖേം എന്ന് പറയുന്ന സങ്കേത നഗരമാണ്. ശേഖേമിന് വളരെ പ്രാധാന്യം ദൈവവചനത്തിലുണ്ട്. ഇത് രേഖപ്പെടുത്തിയതായ ദൈവദാസനായ യോശുവ തൻ്റെ അവസാന സമയത്ത് ഒരു വിടവാങ്ങൽ പ്രസംഗം എന്ന നിലയിൽ ചില കാര്യങ്ങൾ തൻ്റെ ജനത്തോട് ഇസ്രായേൽ മക്കളോട് പ്രസ്താവിക്കുന്നത് ശേഖേമിൽ വെച്ചാണ്. നമ്മുടെ 24-ാം അധ്യായം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ആ സങ്കേത നഗരങ്ങൾ അഥവാ ആ ശേഖേമിൽ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ശേഖേം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാരം ചുമക്കുക അഥവാ തോൾ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്. തോൾ സാധാരണയായിട്ട് നമുക്ക് ദൈവവചന പ്രകാരം തോൾ ഭാരത്തെ വഹിക്കുന്ന ഒരു സ്ഥാനമായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയും. വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആധിപത്യം ആരുടെ തോളിലിരിക്കും? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, അവന് ഇമ്മാനുവേലാണ് എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നു ആധിപത്യം അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളുടെയും ആധിപത്യം യേശുക്രിസ്തുവിൻ്റെ തോളിലാകാനായിട്ട് പോകുന്നു. ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ്റെ ആധിപത്യം 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ നടക്കും. എന്നാൽ അതിനു മുൻപേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളിൽ ലഭിച്ചവൻ യേശുക്രിസ്തു ആണ് എന്ന് തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപേ കർത്താവ് പറയുന്നത് നമ്മുടെ മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിൻ്റെ അധികാരം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആധിപത്യം അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
കർത്താവ് ഈ ഭൂമിയിലുള്ള സകലത്തെയും സകല രാജ്യങ്ങളുടെയും ആധിപത്യം അവൻ്റെ തോളിലാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉന്നതന്മാർക്ക് മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെ ഒരത്യുന്നതനും ജാഗരിക്കുന്നു. 103 സങ്കീർത്തനം 17 വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ ആധിപത്യം സകലത്തെയും ഭരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ലോകത്തിലുള്ള സകലത്തെയും ഭരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആധിപത്യമാണ് യേശുക്രിസ്തുവിന് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപേ ലോകത്തോട് ദൈവം പ്രവാചകങ്ങൾ കൂടെ പറയുകയാണ്, ലോകത്തിലേക്ക് വരാനുള്ള ശിശു ആയിരിക്കും, അഥവാ ആധിപത്യം അവൻ്റെ തോളിന്മേൽ വയ്ക്കും എന്ന് ദൈവം പറയുകയുണ്ടായി. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, അവൻ തോളിൽ വഹിക്കുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം അവൻ തോളിൽ വഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു രാജ്യം ഭരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഭാരമുള്ള ഒരു കാര്യമാണ്. ഏത് വലിയ സ്ഥാനങ്ങൾ നമ്മൾ കാണുമ്പോൾ വളരെ നന്നാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ അവരോട് വ്യക്തിപരമായി ചോദിച്ചാൽ അവർ പറയും, ഇത്രയും വലിയ ജനത്തിൻ്റെ ഭാരം എൻ്റെ ചുമലിലാണ്, എൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. എന്നാൽ ഓരോ ചെറിയ രാജ്യങ്ങളും ചെറിയ സ്ഥലങ്ങളും ഭരിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭാരമുണ്ട്. ഏത് സ്ഥാനങ്ങളും ദൈവസഭയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനം വഹിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വലിയ ഭാരം അവരുടെ ചുമലിൽ അവർ വഹിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കാണാനായിട്ട് കഴിയുന്നത്, കർത്താവ് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായത്തിൽ 3 ഉപമകൾ പറഞ്ഞതിൽ വളരെ പ്രധാനമായും നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ് കർത്താവ് പറഞ്ഞ ഉപമ, ആടിൻ്റെ ഉപമ. ആ ആടിൻ്റെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, കണ്ടുകിട്ടിയാൽ അവൻ ചുമലിൽ എടുത്തും കൊണ്ട് വീട്ടിലേക്ക് വരും എന്ന് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? വീട്ടിലേക്ക് അവൻ വരുന്നത് എങ്ങനെയാണ്? ആടിനെ, കാണാതെ പോയ ആടിനെ എടുത്ത് ചുമലിൽ വെച്ച് സന്തോഷിച്ചും കൊണ്ടാണ് വരുന്നത്. ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെയും ഭാരം വഹിക്കുന്ന ചുമലാണ്, തോളാണ് യേശുക്രിസ്തുവിൻ്റെ എന്ന് പറയുമ്പോൾ തിരുവചനത്തിൽ നിന്ന് തന്നെ കർത്താവ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, നമ്മൾ ഓരോരുത്തരും കാണാതെ പോയ ആടുകളായിരുന്നപ്പോൾ നമ്മളെ തേടി വന്ന നല്ല ഇടയൻ നമ്മളെ കണ്ടുകിട്ടിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം ദൈവവചനത്തിൽ പറയുന്നു. കർത്താവ് നമ്മളോട് പറയുന്നു, നിന്നെ ഞാൻ തോളിലെടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരം മുഴുവൻ നമ്മുടെ കർത്താവ് അവൻ്റെ തോളിൽ വഹിക്കുകയാണ്. ഒരു ആട്ടിടയൻ ഒരു കാണാതെ പോയ ആട് അതിനെ നഷ്ടപ്പെടുത്തി അതിനെ മറ്റെന്തെങ്കിലും ജീവികളൊക്കെ ആക്രമിക്കുകയും അതിനെ എന്തെങ്കിലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് കാണുന്ന ശരീരത്തിലൊക്കെ മുറിവോ അതിന് തളർച്ചയൊക്കെ ഉള്ളപ്പോൾ അതിന് നടന്നു വരുവാനായിട്ട് കഴിയത്തില്ല. അത് വളരെയധികം ബലഹീനമായ ഒരു ജീവിയായി മാറിയിരിക്കുമ്പോൾ അതിനു വേണ്ടി മുതൽ കൊടുത്തിരിക്കുന്ന സ്വന്തം യജമാനനായ ഇടയൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ഇടയൻ്റെ 2 തോളുകളിലും അതിനെ എടുത്തു വെച്ചുകൊണ്ട് വരികയാണ്. ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെയും ചുമതല അല്ലെങ്കിൽ അതിൻ്റെ ആധിപത്യം, ആ ഭാരം വഹിക്കുവാനായി തൻ്റെ ഒരു തോള് മതിയായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ചുമലുകളിൽ എടുക്കുകയില്ലയോ? ഹല്ലേലൂയ. ടേക്ക് ഹിസ് ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ചുമലുകളിൽ അവൻ്റെ തോളുകളിൽ നമ്മളെ എടുത്തുകൊണ്ടായിരിക്കും വരുന്നത്. ഒരാടിനെ വയ്ക്കുവാനായിട്ട് ഇത്രമാത്രം വലിയ ഒരു ഉറപ്പുള്ള സ്ഥലം വേറെ ഏതാണുള്ളത്? നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കുമ്പോൾ, വേദനകൾ വഹിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നു, 55 സങ്കീർത്തനം 22 വാക്യത്തിൽ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മളെ ചുമട് താങ്ങിയായി കർത്താവ് എല്ലായ്പ്പോഴും കൂടെയുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് 10 അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഉപമ. നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറയുമ്പോൾ വഴിത്തലയ്ക്കൽ അങ്ങനെ കിടന്ന് അർത്ഥപ്രാണനായി കിടന്ന ആ മനുഷ്യനെ എടുത്ത് വാഹന മൃഗത്തിൻ്റെ
ചുമലിലേക്ക് വയ്ക്കുകയാണ്. അവൻ ഇനി നടക്കേണ്ട കാര്യമില്ല. ആ സത്രത്തിൽ എത്തുന്നത് വരെ, ആ വഴിയമ്പലത്തിൽ എത്തുന്നത് വരെ അവനെ ചുമക്കുവാനുള്ള ക്രമീകരണം ആമേൻ ഈ ശമരിയക്കാരെ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെ ഭാരമില്ലാത്തവരായി, ഭാരം ഒഴിഞ്ഞവരായി ജീവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ്റെ ആ തോളിൽ, ഭാരം ചുമക്കുന്ന തോളിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ഇട്ടുകൊടുക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മുടെ ഭവനങ്ങളിൽ സാധാരണയായിട്ട് ഭിത്തികളിൽ തൂക്കിയിടുന്ന ഒരു വാക്യമാണ്, എഴുതി വയ്ക്കുന്ന ഒരു വാക്യമാണ്. അവിടെ വായിക്കുന്ന, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് അവൻ നമ്മളെ ഓരോരുത്തരെയും ചുമക്കുവാൻ മതിയായവനായ ദൈവമാണ്. ആ ഭാരം ചുമക്കുന്ന ആ ശേഖേമിലേക്ക് ഓടിക്കയറി കഴിഞ്ഞാൽ നമ്മുടെ ഭാരമെല്ലാം അവൻ ചുമന്നുകൊള്ളും. യൂദായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 24-ാം വാക്യത്തിൽ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നു. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നത് കർത്താവ്. നമ്മുടെ ഭാരമെല്ലാം നമ്മൾ വഹിച്ചു നിൽക്കുകയല്ല, പിന്നെയോ ചുമടെല്ലാം അവൻ വഹിക്കുന്നത് കൊണ്ട് നമ്മളിനിയും ഭാരത്തോടെ അവൻ ജീവിക്കേണ്ട കാര്യമില്ല. അല്ലയോ സഹോദരി, നിന്റെ കുഞ്ഞിൻ്റെ വിഷയം ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് ആമേൻ ദൈവസന്നിധി സ്വസ്ഥത അനുഭവിക്കുക. നിന്നെ അലട്ടുന്ന വേദനകൾ ഓരോന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെച്ചു കൊടുത്തിട്ട്, അവൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തിട്ട് നീ സ്വതന്ത്രമായി ജീവിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നിന്റെ നീളത്തോട് അല്പമെങ്കിലും കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് സാധ്യമല്ല. നിന്റെ തലയിലെ ഒരു രോമം പോലും കറുപ്പിക്കുവാനോ വെളുപ്പിക്കുവാനോ നിന്നെ കൊണ്ട് സാധ്യമല്ലാതിരിക്കുമ്പോൾ, നിനക്ക് ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിൽ നീ ഇടപെടാതിരുന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, കുഞ്ഞുങ്ങളുടെ വിഷയം അത് വളരെ ഭാരപ്പെടുന്ന വിഷയമാണ്. നമ്മൾ പലപ്പോഴും ഈ ഭാരങ്ങളെല്ലാം എടുത്ത് തലയിൽ വയ്ക്കുവാനായി പാപത്തിൽ വീണുപോയ മനുഷ്യന് വളരെയധികം താല്പര്യമുണ്ട്. അവൻ്റെ ജഡത്തിൽ നിന്നാണ് അത് വരുന്നത്. എന്നാൽ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മോട് പറയുന്നു, നീ ആ ഭാരം വഹിക്കണ്ട. അവൻ്റെ ഒരു നല്ല ഉറപ്പുള്ള തോളുണ്ട്, ആ ചുമലിലേക്ക് നമുക്ക് വയ്ക്കാം. നമുക്ക് ഹല്ലേലൂയ യോഹന്നാനെ കാണാൻ കഴിയുന്നത് അവൻ്റെ അന്ത്യത്താഴത്തിൽ പോലും യേശുവിൻ്റെ മാറോട് ചേർന്ന് ഇരുന്നവനാണ്. അവന് ഇത് അവസാനമായപ്പോൾ നമുക്കറിയാം, അവൻ പത്മോസിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പത്മോസിന്റെ ഏകാന്തതയിലായപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ഏകാന്തതയുടെ നടുവിലായപ്പോൾ അവന് ഹല്ലേലൂയ ചാരുവാൻ കൊള്ളാകുന്ന ഒരു മാറിടമുണ്ടായിരുന്നു. അവൻ്റെ സകല ഭാരവും ആമേൻ അവൻ്റെ സന്നിധിയിൽ വെച്ചു കൊടുത്ത ശേഷം, അവൻ്റെ തോളിൽ വെച്ചു കൊടുത്തതിന് ശേഷം അവൻ ഇരിക്കുമ്പോൾ ആത്മാവിൽ വിവശനായി. ചുറ്റുപാടുമുള്ള ധാരാളം കാര്യങ്ങൾ പ്രതികൂലമായി വരികയാണ്. ചുറ്റുപാട് നോക്കിയാൽ ആശയ്ക്ക് യാതൊരു വകയുമില്ല. ആകാശത്തിലേക്ക് നോക്കിയാൽ ഇതാ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ തനിക്ക് കാണുവാൻ കഴിയും. ആർത്തിരവുന്ന കടലാണ്, ഈജിയൻ കടലാണ് ചുറ്റുപാടും കാണാൻ കഴിയുന്നത്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വലിയ പാറക്കൂട്ടങ്ങളാണ് തനിക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ നേരെ അലറി വിളിക്കുന്ന തിരമാലകളും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ആ പാറക്കൂട്ടങ്ങളും കാണുമ്പോൾ അവൻ നിരാശപ്പെടുന്നില്ല. അവൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാരം മുഴുവൻ അവങ്കിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ അവനിൽ ഭാരം വയ്ക്കുന്നതോടൊപ്പം തന്നെ ദൈവസഭയിലേക്ക് വരുന്ന ദൈവമക്കൾ ഓർക്കണം, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നൊരു വ്യവസ്ഥ കൂടെ ദൈവം വെച്ചിരിക്കുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുവാനായിട്ട് ഒരുപക്ഷെ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയും, നമുക്ക് വാക്കുകൾ കൊണ്ട് താങ്ങുവാനായിട്ട് കഴിയും, പ്രാർത്ഥിച്ച് സഹായിക്കുവാനായിട്ട് കഴിയും.
നമ്മളെല്ലായ്പ്പോഴും ഒരാളുടെ ഭാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഒരിക്കലും അതുകൊണ്ട് മാത്രം സാധ്യമാകുന്നില്ല. നമ്മൾ വിചാരിക്കും കുറേ പണം കൊടുത്താൽ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. അങ്ങനെയല്ല. പിന്നെയോ നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മളെ സൗമ്യമായി സ്നേഹത്തോടുകൂടെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ഭാരം അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തീങ്കൽ മഞ്ഞ ഉരുകിപ്പോകുന്നത് പോലെ, ചൂട് കൊണ്ട് മഞ്ഞ ഉരുകിപ്പോകുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ തണുത്തുറഞ്ഞിരുന്ന വലിയ ഭാരങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ചൂട് കൊടുത്ത് അതിനെ ഉരുക്കിക്കളയുവാനായിട്ട് കഴിയും. അവൻ ഭാരമില്ലാത്തവനായി പോകാനിടയായിത്തീരും. നമ്മുടെ സഭയിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവൻ്റെ ഭാരം നമ്മളോട് ഷെയർ ചെയ്യാറുണ്ടോ? പലപ്പോഴും ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, അനേകം ആളുകൾ ഹൃദയത്തിൽ ഭാരമുള്ളവരായി നടക്കുമ്പോൾ അവരുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഇൻറ്റർസീഡ് ചെയ്യുവാൻ, ഹല്ലേലൂയ, ദൈവം നമ്മളെ സഹായിക്കണമേ എന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാൻ, ഗലാത്യലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവീൻ എന്നാണ്. യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിസിറ്റേഷൻ ഓഫ് ദി നീഡി, അഥവാ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത് ഒരുവനെ അവൻ്റെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ്. വേദനപ്പെട്ടിരിക്കുന്ന ഒരാളിൻ്റെ അരികിലേക്ക് നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമ്മുടെ ആ പ്രസൻസിൽ ലഭിക്കുന്ന ഒരു സന്തോഷം അവന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരു വീട്ടിൽ ഒരാൾ കയറി ചെല്ലുമ്പോൾ ആ ആളിൻ്റെ, ആ വിശ്വാസിയായ ആളിൻ്റെ സന്ദർശനം, ആ ദൈവദാസൻ്റെ സന്ദർശനം അവർക്ക് എത്രമാത്രം ഹൃദയത്തിൽ ആശ്വാസവും കുളിർമയും കൊടുക്കും എന്നുള്ളത് നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ലെങ്കിലും അനുഭവിക്കുന്ന ആളുകൾക്ക് അതറിയാം. അതുകൊണ്ട് സങ്കടത്തിൽ ചെന്ന് കാണണം. അതാണ് യഥാർത്ഥ ദൈവഭക്തി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ശേഖേം എന്ന് പറയുമ്പോൾ ഭാരങ്ങളെ വഹിക്കുന്നതാണ്. അത് തോൽ എന്ന് പറയുമ്പോൾ ഭാരം ചുമക്കുന്നതാണ്. നമ്മൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ പറഞ്ഞു. മനുഷ്യർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളെ ചെയ്യുവാനായിട്ടല്ല, പിന്നെയോ ഹല്ലേലൂയ, മനുഷ്യർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവവചനം ആഹ്വാനം ചെയ്യുന്നു. റോമാലേഖനം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും ചെയ്യണം. ശക്തരായ നാം, വിശ്വാസികളാൽ ദൈവമക്കൾ, ദൈവത്തിൻ്റെ ദാസന്മാർ, അവരാരാണ്? ശക്തന്മാരാണ്. ആരുടെയും ഭാരങ്ങളെ ചുമക്കത്തക്കവണ്ണം ദൈവം ആ തോളുകൾക്ക് ബലം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുന്നവരായി മാറണം. വേദനപ്പെട്ട് ഞരങ്ങിക്കൊണ്ട് നടക്കുന്ന 100 ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളും പ്രത്യേകിച്ച് ദൈവസഭയിലുള്ളപ്പോൾ അവരുടെ ഭാരങ്ങളെ ചുമക്കുവാനുള്ള ഒരു കൃപ തരണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കും. അനേകരെ സഹായിക്കുവാൻ നമ്മുടെ കരങ്ങൾക്ക് ദൈവം ബലം നൽകും. അനേകരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമ്മുടെ നാവിനെ ദൈവം ഉപയോഗിക്കും. അനേകരെ താങ്ങുവാൻ നമ്മുടെ ബലഹീനമായ കരങ്ങൾക്ക് ദൈവം ശക്തി നൽകും. അനേക സ്ഥലങ്ങളിൽ പോകുവാൻ, അനേകരുടെ അരികിൽ ഇരിക്കുവാൻ, അനേകരെ ആശ്വാസിപ്പിക്കുവാൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഇടയായിത്തീരും. നമുക്ക് ദൈവവചനത്തിൽ ധാരാളം ആളുകളെ അങ്ങനെ കാണുവാനായിട്ട് കഴിയും. അതിൽ അതിപ്രധാനമായ ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തി. നമ്മളെ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക്. ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്കിനേക്കുള്ള പ്രതിപാദനം എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലും 110-ാം സങ്കീർത്തനത്തിലും ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ ഈ 3 ഭാഗങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. വലിയ
വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതായത് ഈ അബ്രഹാം യുദ്ധം ചെയ്ത് വളരെ ക്ഷീണിതനായിട്ട് മടങ്ങി വരുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. വളരെ ക്ഷീണിതനായി 318 ആളുകളുമായി ചെന്ന് 5 രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി അവരുടെ കൊള്ള മുതൽ മുഴുവനായി ലോത്തിനെ ഉൾപ്പെടെയുള്ള ആളുകളെ മടക്കിക്കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാം വളരെ ക്ഷീണിതനായിരുന്നു. അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ നേരെ വന്ന് തന്നെ വന്ദനം പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കുകയാണ്. ആ ദൈവദാസന്റെ കരങ്ങളിൽ വീഞ്ഞുണ്ടായിരുന്നു, അപ്പമുണ്ടായിരുന്നു. ഇത് രണ്ടും നൽകിയതിന് ശേഷം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. അവൻ്റെ പേരോ പ്രസിദ്ധിയോ ഒന്നും ആർക്കുമില്ല. അബ്രഹാം ആദ്യമായിട്ടാണ് അവനെ കാണുന്നത്. ശാലേമിലെ രാജാവായിരുന്നു, സമാധാനത്തിൻ്റെ രാജാവായിരുന്നു. അവൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നുമില്ല. എന്നാൽ അവൻ വന്ന് ഒരു സാധാരണക്കാരനായ ദൈവദാസനെ സഹായിക്കുന്നു. അവനോട് പറയുന്നു, എൻ്റെ കയ്യിലുള്ള അപ്പം ഞാൻ നിനക്ക് തരാം, അത്യുന്നതനായ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ദൈവനാമത്തിൽ അവനെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അബ്രഹാമിന്റെ ഹൃദയത്തിൽ എത്ര ആശ്വാസമായി മാറി. തൻ്റെ യുദ്ധത്തിന്റെ ക്ഷീണം മാറി. വീഞ്ഞു കുടിച്ച് തൻ്റെ ഹൃദയം സന്തോഷിക്കാൻ തുടങ്ങി. അപ്പം കഴിച്ച് തൻ്റെ ശരീരത്തിലെ ക്ഷീണം മാറി. കൂടെയുള്ള ആളുകൾക്ക് വലിയ സന്തോഷമായി മാറി. എല്ലാവർക്കും വലിയ അനുഗ്രഹം. ഒറ്റ ഒരാളിൻ്റെ വരവാണ്. നമ്മൾ ഓർക്കണം, കർത്താവേ, ഞാൻ ആർക്കെങ്കിലും ഒരനുഗ്രഹമായി മാറുന്നുണ്ടോ? ദൈവം എനിക്ക് 24 മണിക്കൂർ തന്നു, ആരോഗ്യം തന്നു, വാഹനം തന്നു, വീട് തന്നു, പണം തന്നു, ശബ്ദം തന്നു, സംസാരിക്കാനുള്ള കഴിവ് തന്നു, ഭാഷ തന്നു, നല്ല ആരോഗ്യമുള്ള ശരീരം തന്നു, പോകാനും വരാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭാരം നീങ്ങുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടോ? ആരുടെയെങ്കിലും ഭാരം വഹിക്കുവാനായി ഞാനൊരു ശേഖേമിലാണോ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത് അനേകരുടെ ഭാരം താങ്ങുവാൻ. മോശയുടെ കൈക്ക് വലിയ ഭാരം തോന്നിയപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ച് അതിന്മേൽ അവനെ ഇരുന്നതിന് ശേഷം യുദ്ധം നടക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്റെ കരങ്ങൾ ഉയർന്നിരുന്നെങ്കിൽ മാത്രമേ താഴ്വരയിൽ ജയം നടക്കത്തുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിച്ചത് നമുക്കറിയാം. ബെസ്ലേലും ഹൂരും കൂടെ അവന്റെ കൈയെ താങ്ങിപ്പിടിച്ചതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവദാസനായ ഹല്ലേലൂയ മോശയുടെ കരങ്ങൾ താങ്ങിപ്പിടിക്കുവാൻ അവന്റെ ഭാരം വഹിക്കുവാനായി 2 ദൈവദാസന്മാരെ ദൈവം ഒരുക്കി കൊടുത്തു. ഇതുപോലെ നമുക്ക് ഭാരം വഹിക്കുന്നവരായി മാറാം. കർത്താവ് നമ്മുടെ ഭാരം വഹിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ശേഖേമിൽ ഓടിക്കയറിയിരിക്കുന്ന, സങ്കേതനഗരത്തിൽ ഓടിക്കയറിയിരിക്കുന്ന ദൈവം ഇതിൽ അനേകരുടെ ഭാരങ്ങളെ വഹിക്കാം. അനേകരുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് പ്രാർത്ഥനാ നേരത്തിലേക്ക് പോകാം. ദൈവവചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. നമ്മളെ ശുശ്രൂഷിക്കുന്നവർ അവർ നമ്മളുടെ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിപ്പാനായി ഇടയാകരുത്. കർത്താവിൻ്റെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്നവർ, ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവർ, അവർക്ക് നിശ്ചയമായും നമ്മുടെ കൈത്താങ്ങലുകൾ ആവശ്യമാണ്. അവരെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ദൈവദാസന്മാർ, ഏതെങ്കിലും ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ നമ്മുടെ അടുത്തെവിടെയെങ്കിലും ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ നമ്മളാലാവത് നമുക്ക് ചെയ്തു കൊടുക്കാം.
ആ വിധത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവദാസന്മാർക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, അതേസമയം അവരെക്കുറിച്ചുള്ള ഒരു കൺസേൺ ദൈവസഭയിലുള്ളവർക്ക് ഉണ്ടാകുവാൻ, ആരെങ്കിലും നെഗ്ലക്റ്റഡ് ആയിരിക്കുന്നു എന്ന് ഏതെങ്കിലും ദൈവദാസന്മാർക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ സഭയിൽ നിന്ന് മാറിപ്പോകുവാൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മാറിപ്പോകുവാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ സന്തോഷത്തോടെ വേല ചെയ്യത്തക്കവണ്ണം അവർക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുവാനായി നമുക്ക് നമ്മളെ തന്നെ അവൈലബിൾ ആക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കത്തക്കവണ്ണം നീ കൺസേൺഡ് ആണ് എന്ന് അവിടുന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. ഏലിയാവിനെ വിളിച്ച് ഒരു കാക്കയെ കൊണ്ട് പുലർത്തിയവനായ ദൈവമേ, ഏലിയാവിനെ പറഞ്ഞയച്ചതിന് ശേഷം ഒരു വിധവയെ കൊണ്ട് പുലർത്തിയവനായ ദൈവമേ, മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതമായി പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ദൈവമേ, ആരെങ്കിലും ഹൃദയത്തിൽ വേദനയോടെ അങ്ങയുടെ ദാസന്മാർ, അങ്ങയുടെ വേലക്കാർ, അങ്ങയുടെ ശുശ്രൂഷകർ ആരെങ്കിലും നിരാശയിലും വേദനയിലും കഴിയുന്നെങ്കിൽ ഇന്ന് അവരുടെ അടുക്കലേക്ക് മറുപടിയുടെ ദൂതനെ ഇറക്കും എന്നുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കണം, ചിലവുകളെ അവിടെ നിയന്ത്രിക്കണം. ഒറ്റ ദിവസം പോലും അവരുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുവാൻ അനുവദിക്കരുത്. ധാരാളം കർത്താവേ ഹല്ലേലൂയ ലോകത്തിൽ ആമേൻ ഹല്ലേലൂയ നന്മകളുണ്ട്. അത് ആമേൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്മേൽ പകർന്നു കൊടുക്കുവാൻ അങ്ങ് മതിയാദീയമാകുന്നത് കൊണ്ട് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹത്തെ മറന്നുകളാവാൻ തക്കവണ്ണം അങ്ങ് അനീതിയുള്ള ദൈവമല്ലാത്തത് കൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ ആമേൻ നീ പ്രതിഫലം നൽകി ആദരിക്കുമെന്നുള്ളതിനായി സ്തോത്രം. അങ്ങനെയുള്ള ഞെരുക്കമുള്ള എല്ലാ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നിന്ന് കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സമൃദ്ധി വരുമാറാകട്ടെ. അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും വസ്ത്രത്തിനുള്ള ദാരിദ്ര്യവും അവരുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന എല്ലാറ്റിലും മികച്ച കുഞ്ഞുങ്ങളായി മാറട്ടെ. ഏറ്റവും മികച്ച പഠനം അവർക്ക് ലഭിക്കുമാറാകട്ടെ. പഠനം ആമേൻ നിർത്തിക്കളയുവാൻ ആമേൻ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിനായി ആമേൻ ആ ദൈവദാസന്റെ പൈതലിനായി പ്രാർത്ഥിക്കുന്നു. അറിയാത്ത നന്മയുടെ വഴികളെ ഇപ്പോൾ തന്നെ അങ്ങ് തുറന്നു കൊടുക്കുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം വെളിയോർ ചോദിക്കുന്നു, കൃതോനി കേൾക്കുമാറാകണമേ. ആമേൻ.